എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണസദ്യ വിളമ്പുന്ന പുളിയിഞ്ചിയെക്കുറിച്ചുള്ള റെസിപ്പിയാണ്. വീഡിയോ മുഴുവൻ കാണുക. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് അതിൻ്റെ അളവിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി ഇതുപോലെ ചെറിയ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ശേഷം പച്ചമുളകും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഇത് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന് അരിച്ചെടുത്തതാണ്. കുറച്ച് ശർക്കരയും കൂടി ഇതുപോലെ ചതച്ചെടുക്കുക. ഇതിൽ കാണുമ്പോൾ ഒരു ചട്ടിയിലേക്ക് ആദ്യമായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം വഴറ്റി വരുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഉപ്പ് നമ്മൾക്ക് പിന്നെ നോക്കിയിട്ടിടാം. ഉപ്പ് ചേർക്കുന്നില്ല. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിൽ പല ഇൻഗ്രീഡിയൻസും ചേർത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ അധികം ഇൻഗ്രീഡിയൻസൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി അതിൽ ആഡ് ചെയ്യുക. ഏകദേശം ഒരു പരുവത്തിലാകുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് ശർക്കര എടുത്ത് കൊടുക്കുക. ഞാനിവിടെ ശർക്കര വെള്ളത്തിലിട്ട് മെൽറ്റ് ചെയ്തെടുത്താണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലെ വെള്ളമൊക്കെ ഡ്രൈ ആയി ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് ആകുമ്പോഴേക്കും നമ്മൾ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.